ഇനിയാണ് നമുക്ക് എന്താ പറയുക ഇൻഷോട്ട് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഷോട്ട് ആപ്പിൽ പോവുക. എന്നിട്ട് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും, അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ന്യൂ എന്ന് കൊടുക്കുക. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ വരും. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, ബട്ട് കുറച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ 2 വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത്. ഒരു വീഡിയോ തന്നെ, ബട്ട് അത് 2 എണ്ണമായിട്ടാണ് ഉള്ളത്. ഇതും പക്ഷേ ഇത് ഒരു വീഡിയോ ആണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുക, അതിന് റൈറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഇൻഷോട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻഷോട്ടിൽ നിന്ന് ആ ഒരു റോങ് ബട്ടൺ അമർത്തുക. എന്നിട്ട് ആഡ് ഫ്രീ റിമൂവ് കൊടുത്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആയി പോകും. അപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. 2 വീഡിയോ ആണുള്ളത്. ബട്ട് വരുന്ന സമയത്ത് ഒരു വീഡിയോ ഇരിക്കുന്നുണ്ടോ, ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ 2 മിനിറ്റ് ഉണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം, എങ്ങനെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ കാണിച്ചു തരാം. ഓരോന്നോരോന്നൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാൻവാസ് ആണ്. ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഷേപ്പ് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽ ഇടുകയാണെങ്കിൽ ഇതുണ്ടോ ആ റീലിനനുസരിച്ച് വയ്ക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടിക്ടോക്ക് ഇല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെക്കാതുണ്ടോ. അതുപോലെ കുറേ ഉണ്ട് ഇതുണ്ടോ. അപ്പോൾ യൂട്യൂബിൽ ലോങ് വീഡിയോ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് കൊടുക്കുക. പിന്നെ വന്നിട്ട് ഓഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓഡിയോ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് ചൂസ് ചെയ്യാം. അപ്പോൾ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഇതുപോലെ കുറേ മ്യൂസിക്, പിന്നെ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് ഒക്കെയാണ് നമുക്ക് വെക്കാൻ പറ്റുക. പിന്നെ എഫക്ട്സ് ഉണ്ടാവും. എഫക്ട്സ് പറഞ്ഞാൽ പോപ്പുലർ പോകാതുണ്ടോ. ഇതുപോലെ കുറച്ച് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ എഫക്ട്സ്, ട്രാൻസിഷൻ പറഞ്ഞ എഫക്ട്സ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ശബ്ദമൊക്കെ ഉള്ളത്. പിന്നെ പോപ്പുലർ ഇതാ ഇതുപോലെയാണുള്ളത്. അപ്പോൾ ഞാൻ എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മ്യൂസിക് ഒക്കെ വെക്കണം. പിന്നെ എഫക്ട്സ് ആണ് നമ്മളിപ്പോൾ പോയത്. പിന്നെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ചെയ്യാൻ വന്നാൽ ഈ നടുവിലുള്ള ബട്ടൺ അമർത്തുക. അപ്പോൾ 3, 2, 1 എന്ന് വരും. ഒന്ന് സംസാരിക്കാം. ഹലോ ഗൈസ്, അങ്ങനെ സംസാരിക്കുക. പിന്നെ അടുത്തായിട്ട് AI സ്പീച്ച് ആണ്. ഇത് ഞാൻ പറഞ്ഞാൽ യൂസ് ആവില്ല വിചാരിക്കും, കാരണം കുറേ ശബ്ദത്തിലുള്ള പറയേണ്ട ഒരു സംഭവമാണ്. വേണമെങ്കിൽ കണ്ടോ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ബട്ട് ഐ തിങ്ക് ഇതൊന്നും വേണ്ടെന്നാണ്. ബ്രിട്ടീഷ്, ഏഷ്യൻ, ഇന്ത്യൻ, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. മെയിൽ, ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. അടുത്തതായിട്ട് സ്റ്റിക്കറാണ്. സ്റ്റിക്കർ എന്നൊക്കെ പറയുന്ന സമയത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് സ്റ്റിക്കർ നിറച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ ഒരു ഇൻഷോട്ട് തന്നെ ആയിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ കാണാൻ പറ്റും. എന്താ ഇപ്പോൾ ഗെറ്റ് നിറച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്രീ അൺലോക്ക് കൊടുക്കുക പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമുക്ക് സ്റ്റിക്കേഴ്സ് ആയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഡൂഡിൽസ് ചെയ്യാനും പറ്റും. ഇതുണ്ടോ ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ്. ഇപ്പോൾ ഇത് സ്റ്റിക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ ഇതുപോലെയൊക്കെ ഇങ്ങനെ വലുതാക്കാം, ചെറുതാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഇതൊക്കെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ ചുമ്മാ കാണിച്ചു തന്നാണ് ഇതുണ്ടോ ഇതുപോലത്തെ. ഇതൊക്കെ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത സ്റ്റിക്കേഴ്സ് ആട്ടാ. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് കിട്ടിയില്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് ഗാലറിയിൽ നിന്നും കുറച്ച് പിക്ചേഴ്സൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ കുറേ പിക്ചേഴ്സൊക്കെ വരും. അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ എങ്ങനെയാണ് ഇതുവരെ നോക്കിയിട്ടില്ല. ഇതുപോലെ തന്നെയാണ്. കുറേ ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. മിഫീനെയൊക്കെ ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. ഞാൻ കുറച്ച് മുന്നേ എപ്പോഴും ചെയ്താണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇനി അടുത്തായിട്ട് ഇതിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും കണ്ടോ. പിന്നെ അടുത്തായിട്ട് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. ഇതിൽ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക, ഹായ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഞാൻ ഇതൊരു ഓർഗനൈസറാണ്, അപ്പോൾ ഞാൻ ഓർഗനൈസർ എന്ന് ടെക്സ്റ്റ് ചെയ്തു. എന്നിട്ട് വരെ കുത്തോ എന്തെങ്കിലുമൊക്കെ ഇടുക, സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഇത് ആ അറ്റം വരെ വെക്കണമെങ്കിൽ ഇതുണ്ടോ ഈ ഒരു ബട്ടൺ അത് അമർത്തിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇതുണ്ടോ സിമ്പിളായിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു എവിടം വരെയാണോ വേണ്ടത് അവിടം വരെ വെക്കുക. പിന്നെ അടുത്ത ആഴ്ച ഇത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ വീണ്ടും ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ആഡ് സ്പീച്ച് അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ കണ്ടിട്ടുള്ളത്. ഈ ഒരു ഓർഗനൈസർ എന്ന് പറയുന്നതാണ് ഞാൻ വിചാരിക്കും. പിന്നെ കോപ്പി ചെയ്യാൻ പറ്റും ഈ ഒരു ഇത്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അത് പറഞ്ഞാൽ വീണ്ടും വരണം അതുപോലെ വരും. അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. വാട്ട് ഗൈസ് അത് പോയോ? ഇല്ല. പിന്നെ അടുത്തതായിട്ട് ഇതിലുള്ളത് ക്യാപ്ഷൻസ് ആണ്. ഇവിടെ പോയാൽ ക്യാപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാറില്ല. ഡിഫർ ടെംപ്ലേറ്റ് ഇത് തീരെ സംഭവമാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് എഴുതേണ്ടത് ആ ഒരു സ്റ്റൈലിലൊക്കെ വരുന്ന സാധനമാണ്. ഇതുണ്ടോ ഇതുപോലെയൊക്കെ വരും. ഞാൻ സത്യം പറഞ്ഞപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെയൊക്കെ ഓട്ടോ ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഡീറ്റെയിൽ പറഞ്ഞാൽ അതുണ്ടോ അതിങ്ങനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഡീറ്റെയിലിംഗ് ആണ്. ഇപ്പോൾ എനിക്ക് വല്ല ഫോട്ടോസൊക്കെ ആണെങ്കിൽ അങ്ങനെ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ അവിടെ കാണൂല കണ്ടോ. ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണിത്. അതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡൂഡിൽ അറിയാലോ ചുമ്മാ കുത്തി വരയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് കുറേ ഉണ്ട് കേസ് ഇതിൽ. പിന്നെ എഫക്റ്റാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഫീഷ്യലി എഫക്റ്റ് തന്നെയാണ് ഇത്. കുറേ എന്താ പറയുക പുഷ് പുൾ സ്ലോ അതാണ്ടോ ഇതുപോലെയാണുള്ളത് കാണിച്ചത് കണ്ടോ ഇതുപോലെയാണ്. പിന്നെ ഇത് അതിനായിട്ട് സൂമിങ്ങും സൂം ഔട്ട് സൂമിങ് അങ്ങനത്തെ. പിന്നെ റോൾ കണ്ടോ ഇങ്ങനെ കറങ്ങി വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ കറക്കം ഓർ വലിയ കറക്കം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് എഫക്റ്റ്. പിന്നെ അതുപോലെ തന്നെയാണ് എഫക്റ്റ് ഫിൽറ്ററൊക്കെ ഇടാൻ പറ്റും അതിൽ അഡ്ജസ്റ്റ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ പിപ്പ് ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇടയിൽ നമുക്കൊരു ഫോട്ടോസ് വേണമെന്ന് വിചാരിക്കും. നമ്മളിതിൽ അമർത്തിയിട്ട് ഇപ്പോൾ എനിക്ക് ഏതിൻ്റെ ഫോട്ടോസാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഈ ഒരു പിക്ചറിൻ്റെ ഫോട്ടോ വെക്കേണ്ട ഇടയിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ നമുക്ക് ഈ പിക്ചറിൻ്റെ ഫോട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അടുത്തതായിട്ട് പ്രീകട്ട്
ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഈ ഒരു സംഭവം വേണോ വേണ്ടോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ കട്ട് ചെയ്യണമെങ്കിൽ ഇത് വേണ്ട, ഇതുപോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2-3 വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തതായി സത്യം പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് എനിക്ക് അറിയാത്ത ഓപ്ഷൻസാണ്, കാരണം ഞാൻ യൂസ് ചെയ്യാറില്ല, എന്നിട്ട് അതുകൊണ്ടാണ്. പിന്നെ അടുത്തതായിട്ട് ഡിലീറ്റ് അറിയാമല്ലോ. അടുത്തതായിട്ട് സ്പ്ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് ഈ ഒരു ബ്ലാക്ക് കളർ വേണ്ട വിചാരിക്കും. ഇത് വേണ്ടെങ്കിൽ നമുക്കിവിടെ കാണിച്ചു തരാം. ഇവിടെ ബ്ലാക്ക് കളറില്ല, അപ്പോൾ നമുക്കിവിടെ ഒരു താഴെ ഉണ്ട്, ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ അറിയുന്നത് സ്പ്ലിറ്റ് ഡിലീറ്റ് കൊടുത്തു. സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ 2 ആവും, അത്രേ ഉള്ളൂ. ഇതാണ് അപ്പോൾ സ്പ്ലിറ്റ് കൊടുത്തപ്പോൾ താഴെ ഉണ്ടാവും ഈ വീഡിയോ 2 ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാത്രം ഡിലീറ്റ് ചെയ്യാം, കാരണം അത് ഡിലീറ്റ് ചെയ്താൽ അതും പോവും ഇതും പോവും. അപ്പോൾ എനിക്ക് എന്ത് വേണം, ഇത് മാത്രം പോയാൽ മതി, പക്ഷേ അത് പോകാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതങ്ങനെ ഡിലീറ്റ് ചെയ്യുക, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അണ്ട് കൊടുക്കണമെങ്കിൽ ഇതുണ്ടോ ഈ സൈഡിലായിട്ട് ആരോ മാർക്കില്ലേ, അതങ്ങനെ നിർത്തിയാൽ മതി, മുമ്പത്തെ പോലെ തന്നെയാവും. അടുത്തതായിട്ട് വോളിയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോൻ്റെ വോളിയം ഇതുണ്ടോ, ഇതിൽ കുറേ ശബ്ദമൊക്കെ ഇല്ലേ, ഈ ശബ്ദമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വോളിയമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വോളിയം കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുറയ്ക്കുക, 100-നെ 0 ആക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വോളിയം കുറയും. പിന്നെ എനിക്ക് കുറച്ച് വെക്കണമെങ്കിൽ കുറച്ചും വെക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ കണ്ടോ, ഇതുപോലെ ബാക്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യുക. കുറേ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യും. ഞാനിപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഇൻഷോട്ട് ഡിലീറ്റ് ചെയ്ത് കളയും, വോയിസ് ഓവർ കൊടുക്കും, വീഡിയോ ഇടും. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചൂടി, സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. 100 വെച്ച് കളയത് കേട്ടോ, 100 ഇപ്പോൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്, കാരണം 100 പറഞ്ഞാൽ ഇച്ചിരി ഗൈസ് വീഡിയോ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100 വെക്കരുതെന്നൊരു 2x സ്പീഡ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന സമയത്ത് കാണില്ലേ, ആ ഒരു ഇതിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതേണ്ട ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡാവും. അപ്പോൾ ഞാൻ എപ്പോഴും സ്പീഡ് കൂട്ടും, എനിക്കറിയില്ല, ഇതുണ്ടോ കുറച്ച് സ്പീഡായില്ലേ ഇപ്പോൾ ഈ വീഡിയോ. അതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. അടുത്ത ആനിമേഷനും പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഒരു എഡിറ്റ് ചെയ്യണ ഒരു സംഭവമില്ലേ, അതുപോലെ തന്നെയാണ് കണ്ടോ, കുറേ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് AI കട്ട്. ഇതെന്താണ് ഗൈസ്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും നോക്കണത് ഇതറിയില്ല ഗൈസ്. സ്റ്റാർട്ടോ കട്ടിങ് പ്രോസസ്സ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ നോക്കുന്നില്ല. ഗൈസ് ക്യാൻസൽ ആവുമല്ലേ, ക്യാൻസലായി ഗൈസ്. അടുത്തതായിട്ട് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വീഡിയോ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ക്രോപ്പ്. ക്രോപ്പ് എടുക്കുക, അതായത് ഇതുപോലെയൊക്കെ ക്രോപ്പ് ചെയ്യാൻ പറ്റും ഗൈസ് വീഡിയോ. അപ്പോൾ അങ്ങനെ വീഡിയോ ക്ലോസ് ചെയ്യുന്ന സാധനമാണ്. അടുത്തതായിട്ട് സ്വിച്ചോ, എന്താണ് ഗൈസ്, ഞാൻ സത്യം പറഞ്ഞൊന്നും കണ്ടിട്ടില്ല. വാട്ട് സ്വിച്ച് ടു പിപ്പോ ഗൈസ്, എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ വീഡിയോ പോയി സ്വിച്ച് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. സ്വിച്ച് പറഞ്ഞാൽ വീഡിയോ കാണാണ്ടാക്കുക, എനിക്കറിയില്ല ഗൈസ്. ഇത് എന്താണ് സംഭവം, HD ആക്കാനുള്ളതാണോ? ഇത് എത്ര മിനിറ്റ് വേണമെന്നായിരിക്കും, എനിക്കറിയില്ല ഗൈസ്. ഇങ്ങനത്തെ ഉള്ള ഭാഗമൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, കണ്ടോ ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ യൂസ് ചെയ്യാറില്ല സത്യമായിട്ടും. എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. പിന്നെ സ്റ്റേബിളർ ഗൈസ്, നിങ്ങൾ അറിയുകയാണെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യും. എനിക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബേസിക്കായിട്ട് ക്രോപ്പ് ചെയ്യും, പിന്നെന്താണ് വോയിസ് ഓവർ കൊടുക്കും, സ്പീഡ് ചെയ്യും. ഇതാണ് ഞാനിത് ചെയ്യാറ്, ഞാൻ വേറൊന്നും ചെയ്യാറില്ല ഗൈസ്. അതുകൊണ്ട് പിന്നെ മാസ്ക് ഞാൻ എപ്പോഴെങ്കിലൊക്കെ വെക്കും, അതായത് ഇത് പറഞ്ഞാൽ റൗണ്ട് ഹേർട്ട് എന്നുകൊണ്ടൊരു സംഭവമൊക്കെ ഉണ്ട്, അതിപ്പോൾ വേണമെങ്കിൽ വെക്കും. ഇതുവരെ ആവശ്യം വന്നിട്ടില്ല, ഇനി ആവശ്യം വരില്ല ഞാൻ വിചാരിക്കണം. അപ്പോൾ തന്നെ പിന്നെ കപ്പാസിറ്റിയോ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെന്താണ് റീപ്ലേസ് ഇതെന്തെങ്കിലും റീപ്ലേസ് ചെയ്യാനായിരിക്കട്ടോ. പിന്നെ വോയിസ് എഫക്റ്റ്, പ്ലീസ് അൺമ്യൂട്ട്, എന്തൊക്കെയോ ഉണ്ട്. ഇതിൻ്റെ വീഡിയോൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോ. പിന്നെ റൊട്ടേറ്റ്, അത് പറഞ്ഞാൽ എന്താണത്, ഇതുണ്ട അതുപോലെ തന്നെ റൊട്ടേറ്റ്. പിന്നെ ഫ്ലിപ്പ്, അത് പറഞ്ഞാൽ ആ സൈഡ് ഈ സൈഡ് വേണം. അതായത് നമുക്ക് ഈ സൈഡ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഈ സൈഡ് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നോർമൽ. അടുത്തതായിട്ട് എന്താണ് റിവേഴ്സിൽ വീഡിയോ വരുമോ? ഗൈസ്, ഡു നോട്ട് ചെക്ക് ലോക്ക് സ്ക്രീൻ ഓർ സ്വിച്ച് ഓഫ് അതർ ആപ്പ്, ക്യാൻസൽ. ഗൈസ്, ഐ തിങ്ക് റിവേഴ്സിൽ വീഡിയോ വരുന്നതാണ്, എനിക്കറിയില്ല. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. ഇത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്.